കുവൈറ്റിലെ രാജകുമാരൻ അബ്ദുള്ള അൽ സബാഹ് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു വിശ്വാസിയായി. ശക്തമായ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു, അവർ എന്നെ കൊന്നാൽ ഞാൻ എന്നേക്കും യേശുക്രിസ്തുവിനൊപ്പം ഉണ്ടായിരിക്കും. വലിയ അപകട സാധ്യതകൾക്കും സാംസ്കാരിക സമ്മർദ്ദങ്ങൾക്കും മുന്നിലെടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനം വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വ്യക്തിപരമായ സത്യാന്വേഷണത്തിന്റെയും ധീരമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന ആത്മീയ ഉണർവിന്റെ കഥ. സമ്പത്തും സ്വാധീനവും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടും കുവൈറ്റിലെ രാജകുമാരൻ ഒരു കിരീടത്തിനും നികത്താൻ കഴിയാത്ത ഒരു ശൂന്യതയുണ്ടായി. പിന്നീട് പലരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കത്തിൽ കുവൈറ്റിലെ രാജകുമാരൻ ലൈവ് ടിവിയിൽ കരഞ്ഞുകൊണ്ട് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമെടുത്തു. തന്റെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഓഡിയോ റെക്കോർഡിംഗിൽ അബ്ദുള്ളയുടെ ശബ്ദം വിറച്ചു. പക്ഷേ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിന്റെ പേരിൽ അവർ എന്നെ കൊന്നാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും എന്നേക്കുമായി അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രസ്താവനകൾ ആഴത്തിലുള്ള ആത്മീയ മാറ്റവും തന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ അംഗീകരിക്കുന്നതും വെളിപ്പെടുത്തി. രാജകുമാരന് തന്റെ പ്രസ്താവനയുടെ പ്രാധാന്യം വ്യക്തമായി മനസ്സിലായി. ഇസ്ലാമിലെ വിശ്വാസത്യാഗത്തിന്, പ്രത്യേകിച്ച് രാജകുടുംബത്തിലെ ഒരാൾക്ക്, മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ശിക്ഷകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ക്രിസ്തീയ സിദ്ധാന്തത്തിലുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസവും യേശുവുമായുള്ള നിത്യജീവന്റെ വാഗ്ദാനവും അദ്ദേഹത്തിന് സമാധാനം നൽകി. ബൈബിളിൽ നിന്ന് കണ്ടെത്തിയ സത്യത്തെ തന്റെ വഴികാട്ടിയെ അബ്ദുള്ള കണ്ണീരോടെ വിവരിച്ചു. ബൈബിളിലെ സത്യം എന്നെ ശരിയായ പാതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാമിക ലോകത്തിലെ വിഭജനങ്ങളെക്കുറിച്ചുള്ള അബ്ദുള്ളയുടെ സത്യസന്ധമായ നിരീക്ഷണം ആ നിമിഷത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ഇസ്ലാമിക സംഘടനകൾക്കിടയിലെ പ്രക്ഷുബ്ധതയും പിളർപ്പും അദ്ദേഹം പരാമർശിച്ചു. ഇസ്ലാമിക സമൂഹങ്ങൾ എല്ലായ്പ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവം ലോകത്തെ സംരക്ഷിച്ചു, ഇപ്പോഴും അതിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്.